ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂളാണ്. ലൈൻ ടൂൾ നമുക്ക് ലൈൻ ടൂൾ വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ടൂൾ ഇവിടെ കിട്ടും. ഇതിപ്പോൾ ലൈൻ ടൂളായി അല്ലേ. ഇപ്പോൾ നമ്മൾ ലൈൻ ടൂൾ വെച്ച് നമ്മൾ ഡ്രോ ചെയ്തു. എന്നാൽ നമ്മൾ ലൈൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമ്മളിതുപോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിരിക്കും കിട്ടുന്നത്. ഇനി ഞാൻ ഇതുപോലെ മൗസിന് താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും നമുക്കിതുപോലെ ഒരു 90 ഡിഗ്രി 45 ഡിഗ്രി ഇതുപോലെ നമുക്ക് കറക്റ്റ് ലൈനിലായിരിക്കും നമുക്ക് ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ ലൈൻ ഡ്രോ ചെയ്തു. ഇതാണ് ലൈൻ ടൂൾ വെച്ച് വരച്ച ലൈൻ. നമ്മളിവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിക്കോണം. ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നത് വിഡ്ത്ത് ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോ മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലേക്കുള്ള ആരോ മാർക്ക്, ട്രയാങ്കിൾ, ഇതുപോലത്തെ ഒരു ഡിസൈൻ, സർക്കിൾ ആരോ, ഡയമണ്ട് ആരോ, അത് തന്നെ നമുക്ക് ഇവിടെ അതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ അറ്റം, അതായത് ലൈൻ അവസാനിക്കുന്ന സ്ഥലത്ത് റൗണ്ടഡ് കോണാണ് അതാക്കി കൊടുക്കാം, സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. ഞാനിവിടെ സൈസ് കൂട്ടുകയാണ്. ഇനി ഞാനിവിടെ റൗണ്ടഡ് കോർണർ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ ആ സൈഡ് റൗണ്ടഡ് ആയിട്ടുണ്ട്. ഈ ലാസ്റ്റ് സൈഡ് ശ്രദ്ധിച്ച് നോക്കുക, ലൈനിൻ്റെ ലാസ്റ്റ് പോർഷൻ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ വരുമ്പോൾ നോക്കിയാൽ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയിട്ടുണ്ട്. തിരിച്ചിവിടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ലൈനാക്കാം, സ്ക്വയർ ആക്കാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലൈൻ ടൂളിൻ്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു ലൈൻ ടൂൾ എടുത്ത് ഇതുപോലെ വരച്ചു. ലൈൻ ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ലൈൻ ടൂൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, വരച്ചു. ഇനി ലൈൻ ടൂളിന് നമുക്ക് വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി സാധിക്കും. വിഡ്ത്ത് മാത്രമേ കൂട്ടാൻ സാധിക്കത്തോ, ഹൈറ്റ് കൂട്ടാൻ സാധിക്കത്തില്ല. വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ ഡയമെൻഷനിൽ വന്നതിന് ശേഷം വിഡ്ത്ത് ഇതുപോലെ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ വിഡ്ത്ത് നീണ്ടു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് മാറ്റാൻ കഴിയും. മൗസിൻ്റെ കർസർ ഇവിടെ ലൈനിൻ്റെ ഈ എഡ്ജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കർസർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മൗസിൻ്റെ വിഡ്ത്ത് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മളിവിടെ വന്നതിന് ശേഷം അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പണായി വരും. ഇവിടെ ബേസിക് ഉണ്ട്. ഈ ബേസിക്കിൽ നമുക്ക് സോളിഡും ഉണ്ട്, ഡാഷും ഉണ്ട്. സോളിഡ് ആണെങ്കിൽ ഒരു ലൈനാണ്, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ ഡാഷസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈനിൽ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡോട്ടഡ് ലൈനായിട്ട് മാറും. ഇനി നമ്മൾ ഈ ഡോട്ടഡ് ലൈനിൻ്റെ ഡാഷിൻ്റെ എണ്ണം നമുക്കിവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ സ്റ്റോക്ക് കൂട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. ഡാഷിൻ്റെ എണ്ണം നമ്മളിവിടെ കൂട്ടിയപ്പോൾ ഡാഷിൻ്റെ എണ്ണം കുറഞ്ഞു. ഇത് ഡാഷിൻ്റെ എണ്ണം നമ്മൾ ഇവിടെ കുറച്ചപ്പോൾ ഡാഷിൻ്റെ എണ്ണം ഡിസൈനിൽ കൂടിയിട്ടുണ്ട്. സോളിഡിലേക്ക് മാറുകയാണ്. ഞാൻ ഇതിന് സോളിഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ പഴയതുപോലെ സ്റ്റോക്കായി. ഇനി തിരിച്ച് പിന്നെയും ഡാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡാഷ് ആയിട്ടുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ ഡാഷ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തേതായിരിക്കും ഡീഫോൾട്ട്. രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷിൻ്റെ വിഡ്ത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മൂന്നാമത്തേതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ് റൗണ്ടഡ് കോർണറായി മാറിയിട്ടുണ്ട്. ഈ 3 ഓപ്ഷനും ചിലപ്പോഴൊക്കെ നമുക്ക് ഡിസൈനിൽ ആവശ്യമുള്ളതാണ്. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇതൊന്നും ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് നമുക്ക് അടുത്തേക്ക് നോക്കാം. ഇനി നമുക്കിവിടെ ഉള്ളത് ഡൈനാമിക്കാണ്. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്ട്രോക്കിന് ഒരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. ആ വേവിൻ്റെ രീതിയിൽ നമുക്ക് ഇത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഡൈനാമിക്. പിന്നെ വിഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് വരണ രീതിയിലാണ് ഒരു വിഗിൾ എഫക്റ്റാണ്. പിന്നെ ഉള്ളത് സ്മൂത്തനാണ്. അത് നമുക്ക് ഈ താഴത്തെ എഡ്ജ് ഇവിടുത്തെ ഈ എഡ്ജ് നോക്കിക്കോണം. അതൊരു സ്മൂത്തായി വരുന്ന ഒരു രീതിയാണ്. കണ്ടില്ലേ, ഇപ്പോൾ സ്മൂത്തായി. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഷാർപ്പ് എഡ്ജായി. ഇനി ആ ഫ്രീക്വൻസി ഇവിടെ 0 ആക്കി കൊടുക്കുകയാണ്, വിഗിളും 0 ആക്കിയാണ്. അപ്പോൾ നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടിയില്ലേ. ആ ബേസിക്ക് പോയതിനു ശേഷം ഡാഷ് മാറ്റി സോളിഡ് ആക്കിയാണ്. തിരിച്ച് വന്നതിന് ശേഷം ഒന്നും കൂടെ 0, ഫ്രീക്വൻസി 0, വിഗിൾ 0, സ്മൂത്തും 0 ആക്കി കൊടുത്തു. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ 2 സൈഡും നമുക്ക് ആരോ നമുക്ക് ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കണ്ട് 2 സൈഡ് ആരോ മാർക്ക് വന്നിട്ടുണ്ട്. ഈ 2 സൈഡും ട്രയാങ്കിൾ, 2 സൈഡും റിവേഴ്സൽ, 2 സൈഡും റിവേഴ്സ് ട്രയാങ്കിൾ,
പിന്നെ സർക്കിൾ ആരോ, അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കുക. ഇത് വന്ന റൗണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഈ 2 എഡ്ജ് റൗണ്ടഡ് ആയിട്ടുണ്ട്, 2 എഡ്ജ് സ്ക്വയർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലൈൻ ടൂൾ വെച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ 2 ഓപ്ഷൻ നമുക്ക് മാറി മാറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ആക്കി വെച്ചേക്കുക. പിന്നെ ഉള്ളത് ബ്രഷാണ്. നമ്മൾ ഏത് ലൈനാണ് നമ്മൾ വരച്ചത് അതിപ്പോൾ ഒരു ബ്രഷിൻ്റെ സ്ട്രോക്കിലോട്ട് പോയില്ലേ, ഡയറക്ഷൻ നമുക്ക് തിരിച്ചും മറിച്ചും ആക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രഷിൻ്റെ സ്ട്രോക്സ് ഒരുപാട് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈൻ ടൂളിൻ്റെ സെറ്റിങ്സ്. നിങ്ങൾ ഇതൊക്കെ എടുത്ത് ചെയ്തതിന് ശേഷം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വെക്കുക.